ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഇതേത്തൊരു ബട്ടർഫ്ലൈ ആണ്. ഇതെല്ലാം ത്രെഡ് വർക്കിൽ തന്നെ, സിൽക്ക് ത്രെഡിൽ തന്നെ ചെയ്യാൻ പോകുന്ന ഒരു വർക്കാണ്. ഹാഫ് നമ്മൾ ബട്ടർഫ്ലൈ കൊടുക്കും, ഹാഫ് നമ്മൾ ഫ്ലവർ കൊടുക്കും. ഇത് എല്ലാം സിൽക്ക് ത്രെഡിൽ നമ്മൾ കുറച്ചെടുത്ത് ലീഫ് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഗ്രീൻ കളർ കൊടുത്ത്, ഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ് കൊടുത്ത് ഇത് ഭംഗിയാക്കി. ഇതാണ് ഈ തീം വെച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ഫ്ലവറായിട്ട് വരച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു ഫ്ലവർ പോലെ തന്നെ, ഇതേപോലെ ഒരു ഫ്ലവറാണ് നമ്മൾ വരച്ചേക്കുന്നത്. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് ഈ ഫ്ലവറിന് ചുറ്റും വരച്ച ശേഷം ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു വരയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് നമ്മളിവിടെ ഒരു ത്രെഡ് ഇവിടുന്ന് ഒരു സർദോസി നീഡിൽ വെച്ചിട്ട്, നീഡിൽ നമ്പർ 14 ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു സിംഗിളായിട്ടൊരു ത്രെഡ് എടുക്കുക, സിൽക്ക് ത്രെഡ്. അതെടുത്തതിന് ശേഷം മേളിലത്തെ പോയിൻ്റ് അനുസരിച്ച്, അതിൻ്റെ ഷേപ്പ് പോകുന്ന അനുസരിച്ച് എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് 2 സ്റ്റിച്ച് കൊടുക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ മേളിൽ പോയി ഇതിന് ഷേപ്പ് കൊടുക്കുക. ഇതെങ്ങനെയാണ് വരച്ചേക്കുന്നത് അതനുസരിച്ച് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് താഴെ കൊണ്ടുവരിക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഇത് മൊത്തം കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് കൊടുക്കുന്നത്. ഈ ഫ്ലവറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ എന്ത് മെത്തേഡിലുള്ള സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത് അതേ മെത്തേഡിലുള്ള സ്റ്റിച്ച് ഇതിന് ചുറ്റും കൊടുക്കണം. പിന്നെ ഡിവൈഡ് ചെയ്ത് ആദ്യമേ ഡാർക്ക്, അത് കഴിഞ്ഞ് അതിൻ്റെ ലൈറ്റ്, അങ്ങനെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ഇതിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയും. ആദ്യം ഇവിടെ കുത്തിയ ശേഷം ഇവിടെ കുത്തി, അത് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ ഒരു കുത്ത്, അങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ച്. ഇവിടെ എങ്ങനെ ചെയ്താൽ അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ പകുതി ഭാഗം ഡാർക്കും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ലൈറ്റ് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. ഇവിടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് കുത്തി മേലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് ലോക്ക് ചെയ്ത ശേഷം വീണ്ടും മേളിൽ, അങ്ങനെ ആണ്. ഈ നടുക്ക് നമ്മൾ സ്റ്റോണ് അല്ലെങ്കിൽ കട്ട് ബീഡ്സ്, അങ്ങനെയുള്ള ഗോൾഡൻ കളർ സ്റ്റോൺസ് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഈ ഫ്ലവർ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടാണ് ഈ ഫ്ലവർ നമ്മൾ ഫിനിഷ് ആക്കുന്നത്. ഇതും അതുപോലെ തന്നെ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ട് അതിൻ്റെ മിഡിലിൽ നമ്മൾ ബ്ലൂ കളറ് ത്രെഡ് ലൈറ്റായിട്ട് അപ്പുറമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുത്ത് നമ്മൾ ഇത് ഈ കോളം, അതായത് ഈ തണ്ടിൻ്റെ ഈ ഭാഗം ഫില്ല് ചെയ്യും. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ ലീഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പം കാണിച്ചു തരാം. ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് നമ്മൾ ഒരു ത്രെഡ് ഇങ്ങോട്ടേക്ക് എടുക്കുക. സിംഗിളായിട്ടുള്ളൊരു ത്രെഡാണ്. ഇവിടെ കൊണ്ടുവന്ന ശേഷം ഈ ത്രെഡിന് നമ്മളിവിടെ ലോക്ക് ചെയ്ത ശേഷം മേളിലേക്ക് റൈറ്റിലേക്ക് എടുക്കുക. അതിന് ശേഷം ഇവിടെ ലോക്ക് കൊടുത്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് പോവുക. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലത്തെ ലീഫ് ഇതുപോലെ ചെയ്താൽ അങ്ങനത്തെ ലീഫ് കിട്ടും. അങ്ങനെ നമ്മൾ 3-4 ലീഫ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഞാൻ ഇതേ സെയിം സ്റ്റിച്ചിൽ ചെയ്തതാണ്. ഇത് ഈ ഗോൾഡൻ കളറ് 3 നമ്മൾ ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളറിലെ ലീഫ് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ കട്ട് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സും, ഇവിടെ ചെറിയ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് നോട്ട് ഇവിടെ കൊടുത്തു. ഗോൾഡൻ്റെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ അതിന് ബ്രാഞ്ച് കൊടുത്തു. ഇവിടെ നമ്മൾ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റോസാപ്പൂവാണ്, ഈ 3 റോസാപ്പൂ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ
ത്രെഡ് കൊടുത്ത ശേഷം 3 ബോൾസ് കൊടുക്കണം. ഇവിടെ 2 കൊടുത്തിട്ടുള്ളൂ. പിന്നെ വൈറ്റ് ബോൾസ് നമ്മൾ ഒട്ടിച്ചു. പിന്നെ കട്ട് ബീഡ്സുകൾ ചേർത്തു. പിന്നെ വലുതായിട്ട് ഇതിന് ഈ 2 ഫ്ലവറിന് നടുക്ക് നമ്മൾ നല്ല തിളങ്ങുന്ന എന്താണ് യെല്ലോ കളറോ ബ്ലൂ കളറോ ഇതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള സ്റ്റോണുകൾ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ത്രെഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ സെയിം പാറ്റേണാണ് ഞാൻ ഇതിൻ്റെ ഈ ബട്ടർഫ്ലൈൻ്റെ ഭാഗങ്ങളിലൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ത്രെഡ് ഈ ബോർഡറിൽ നിന്ന് എടുക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് എത്ര ലെന്ത് വേണോ അതനുസരിച്ച് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് ഈ ഒരു ത്രെഡ് ഇവിടെ നിന്ന് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വലിക്കുക, ഇവിടെ ഒരു ലോക്ക് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ആകൃതി എങ്ങനെയാണ് പോകുന്നത് അതനുസരിച്ച് നമുക്ക് ത്രെഡിനെ മൂവ് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് കൊടുക്കുക. അതായത് ഈ ഷേപ്പ് കവർ ചെയ്ത് ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് പോകണം. അതാണ് ഇതിനകത്ത് ഡബിൾ കളർ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ കൂടെ ഒരു യെല്ലോ കളറും കൂടെ നമ്മൾ ലെമൺ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ഈ ആരോ എങ്ങനെ പോകുന്നു അതനുസരിച്ചുള്ള ഷേപ്പിൽ നമ്മൾ ത്രെഡ് ചെയ്ത് ഇങ്ങനെ ത്രെഡ് എടുക്കുക, മേളിലേക്ക് പോവുക, താഴെ ലോക്ക് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ഈ പ്രോസസ്സ് നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഇതേപോലത്തെ റോസിൻ്റെ ഫ്ലവർ എങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ വട്ടത്തിൽ നിന്ന് നമ്മളൊരു ത്രെഡ് എടുക്കുക, 1 or 2 നിങ്ങളുടെ ഇഷ്ടത്തിന് ത്രെഡ് എടുക്കുക. അതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് ലോക്ക് ഇട്ട് പോവാം. ഈ ത്രെഡിനെ നടുക്കോട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പം സ്ട്രെയിറ്റ് എടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് എടുത്ത ശേഷം അവിടെ നിന്ന് ത്രെഡ് എടുത്ത് നടുക്ക് ഭാഗത്ത് കുത്തി, അതിനുശേഷം ലെഫ്റ്റ് ഇത് ബാക്ക് സൈഡിലേക്ക് ഈ ത്രെഡ് എടുക്കുക, ഇവിടെ ലോക്ക് കൊടുക്കുക, മധ്യഭാഗത്ത് ലോക്ക് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്രോസ് ചെയ്ത് ത്രെഡ് കൊണ്ട് ലോക്ക് ചെയ്യും. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളിനി ത്രെഡ് ഇടാൻ പോകുന്നത്. ഈ 4 വശം ഇവിടെ 3 ഇവിടെ 3 നടുക്കത്തെ ഭാഗത്ത് ഇവിടെ നിന്നും കൂടെ ഒരു ത്രെഡ് എടുക്കുക. ത്രെഡ് എടുക്കുക, ലോക്ക് ചെയ്യുക, നടുക്കുള്ളിലൊക്കെ സ്ട്രെയിറ്റ് ഈ ത്രെഡിനെ നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇത്രയും നമ്മൾ ചെയ്യണം. കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതുപോലത്തെ റോസ് ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഈ 2 ത്രെഡുകളുടെ മധ്യത്തിൽ കൂടെ ഇത് ഞാൻ ആക്ച്വലി 4 ഇഴയായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ഈ 2 വരേൻ്റെ നടുക്കെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് ഈ ഒരു ലൈൻ വിട്ട് കുരുങ്ങാതെ എടുക്കണം. അടുത്ത ലൈനിൻ്റെ അടിയിൽ കൂടെ ഈ ത്രെഡ് വലിക്കുക. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇതിൻ്റെ മേളിൽ കൂടെ ഇതിൻ്റെ അടിയിൽ കൂടെ അടുത്ത ഇതെടുക്കുക. അപ്പോൾ ഒരു ഇഴേൻ്റെ മേളിൽ കൂടെ അതിൻ്റെ താഴെ കൂടെ അങ്ങനെ വിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ കയറ്റുന്നില്ല, ഇവിടെ കയറ്റും. അങ്ങനെ ഓരോന്ന് വിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി എടുക്കുക. അപ്പം ഒരു റോസിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇങ്ങനെ വരും. ഇങ്ങനെ വരാം. വേണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റായിട്ടും ചെയ്യാം. 2 രീതിയിലും ചെയ്യാൻ പറ്റും. ഈ ത്രെഡ് കുറച്ച് ലൂസ് വിട്ടേ നമ്മളിത് ചെയ്യാവൂ. കാരണം ഇതിന് ഇടയ്ക്ക് കുരുങ്ങിയാൽ ഭയങ്കര പാടാണ് ഇത് ചെയ്തെടുത്ത് വരാൻ. സോ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യണം. ഇങ്ങനെയാണ് ഈ 2 ഫ്ലവർ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ ഇതുപോലത്തെ സീക്വൻസ് അല്ല കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. എത്രയാണ് സൈസ് അനുസരിച്ച് നമുക്ക്. ഇപ്പം ഞാനൊരു 3-4 എണ്ണം വെച്ചെടുക്കാം. 4 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ പയ്യെ ലോഡ് ചെയ്യുക. ഇങ്ങനെ ക്രോസ് ആയിട്ട്
നമ്മളിതിൽ ഇവിടെ 2 ലോക്ക് കൊടുക്കുക. എന്നിട്ട് ആ ത്രെഡിന് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ എംബ്രോയ്ഡറി വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പല കളറുകൾ കൊടുക്കാൻ പറ്റും. ലൈറ്റ് കളർ കൊടുക്കുക. ഇപ്പോൾ ഓറഞ്ച് കൊടുത്തെങ്കിൽ ഓറഞ്ചിൻ്റെ ലൈറ്റ് കളറുകൾ കൊടുത്ത് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പേളുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് നോക്കണം. മെയിനായിട്ട് ബ്ലൗസുകളിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ വർക്ക്. സോ എല്ലാവർക്കും എൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു സഞ്ചി പോലത്തെ വൈറ്റ് കളർ സഞ്ചിയിലാണ് ചെയ്തേക്കുന്നത്. അതാവുമ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അണ്ടിൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.